അവിടെ എത്തി ധ്യാനം ആരംഭിച്ചു. ആദ്യമായിട്ടൊരു ധ്യാനത്തിൽ പങ്കുചേരുന്നതാണ് കരിസ്മാറ്റിക് ധ്യാനം. അപ്പോൾ ആ സമയത്ത് ഒരു സ്പിരിച്വൽ ഷെയറിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ എനിക്ക് തിരിച്ചു കാണിച്ചു തരിക. ഒരു 20 വർഷത്തിൻ്റെ എൻ്റെ പൗരോഹിത്യ ജീവിതം ആയിരുന്നതുപോലെ എന്നെ തിരിച്ചു കാണിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ പല ആന്തരിക മേഖലകൾ, ഒരുപക്ഷെ എനിക്ക് മാത്രം അറിയാവുന്ന സംഭവങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന സഹോദരിയുടെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു സർവെയിൽ ക്യാമറ വെച്ചിട്ട് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പോലെയാണ് അനുഭവങ്ങൾ എന്നെ കാണിച്ചത്. എനിക്ക് വലിയ വിറയൽ അനുഭവപ്പെട്ടു. ഞാൻ വലിയ ശബ്ദത്തോടെ കരഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന സഹോദരിയോട് അധരത്തിലൂടെ ഒരു വചനം എനിക്ക് തന്നു. വചനം ഇതാ: എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അതിൻ്റെ 25. ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, സകല മാലിന്യങ്ങൾ നിന്നെ ഞാൻ ശുദ്ധീകരിക്കും, സകല വിഗ്രഹങ്ങളിൽ നിന്നെ ഞാൻ നിർമ്മലനാക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും, നിന്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം മാറ്റി മാംസല ഹൃദയം മാറ്റി. എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പം മുതൽ എൻ്റെ ഉള്ളിൽ വലിയ ഒരു തീ വന്നു വീണതുപോലെയായി. എനിക്ക് ജീവിതത്തെ വിശുദ്ധീകരിക്കണമെന്ന ശക്തമായൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. എനിക്ക് അതിന് പരിശുദ്ധാത്മാവ് തന്ന ഏറ്റവും വലിയൊരു അറിയിപ്പ് കൂടെയായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക. ഈ തീ കത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം എന്നൊരു വലിയ അറിയിപ്പ് കൂടി എനിക്ക് ലഭിച്ചു. അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ 2018 ഫെബ്രുവരി 4 മുതലുള്ള ദിവസങ്ങളിൽ ആ തീ നഷ്ടപ്പെടാതിരിക്കാനും ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വിശുദ്ധയായ അമ്മയുടെ കരം പിടിക്കാൻ അന്ന് ഞാൻ ആരംഭിച്ചു.